ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. ഇറ്റാലിയൻ ഡെസേർട്ടായ തിരാമിസുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചിലവറിൻ്റെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കുന്നത്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റം റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാൻ ആദ്യം തന്നെ മുട്ടൻ്റെ മഞ്ഞയിൽ ഒരു 5 മുട്ടൻ്റെ മഞ്ഞക്കൊരു എഗ് യോക്കിലെ മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരൻ്റെ അളവ് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഡബിൾ ബോയിലിംഗ് വഴി നല്ലോണം ചൂടാക്കിയെടുക്കണം. താഴത്തെ പത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു ഗ്ലാസ് ബൗളോ സ്റ്റീൽ ബൗളോ വെക്കുക. അതിൻ്റെ ഉള്ളിൽ മുട്ടയും പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. നമ്മുടെ എഗ് യോക്ക് ഈ ഒരു രീതിയിൽ നല്ല ക്രീം പരുവത്തിലായിട്ട് വരണം. ഒന്ന് ചൂടായിട്ട് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസില്ലേ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് നല്ലോണം വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. സ്പൂൺ വെച്ചിട്ടായാലും കുഴപ്പമില്ല. പിന്നെ ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റാക്കുമ്പോൾ തന്നെ നല്ലോണം ക്രീമി പരുവത്തിലാവും കേട്ടോ. പെട്ടെന്ന് ഇത് ക്രീമി ആയിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം ക്രീം പോലെ ക്രീം പരുവത്തിലായിട്ടുണ്ട് ഈ ഒരു മുട്ട. അത് മാറ്റി വെക്കുക തണിയാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ വേറൊരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നാം. ഞാനിപ്പോൾ ഇതാ 250 ml കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ബീറ്റാക്കി എടുക്കുക. നമ്മൾ കേക്കിനെല്ലാം ചെയ്യൂലേ അതുപോലെ നല്ലോണം സ്റ്റിഫായിട്ട് തന്നെ ബീറ്റാക്കി എടുക്കുക. അപ്പം ഒരു പുഡിംഗ് ട്രേയിൽ ചെയ്തെടുക്കാനുള്ള അളവാണ് കേട്ടോ ഞാനീ പറയുന്നത്. പിന്നെ മുട്ട വേണ്ടാന്നുള്ളവരാണെങ്കിൽ മുട്ടൻ്റെ ആ ഒരു ഫസ്റ്റ് നമ്മൾ ചെയ്ത ബാക്കിയില്ലേ അത് കട്ടാക്കിയിട്ട് ഇങ്ങനെ വിപ്പിംഗ് ക്രീം ഫസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും. ഇനിയിപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഇതാ നമ്മൾ മുട്ട ക്രീം ആക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് വേണ്ടത് ക്രീം ചീസാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചീസാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് പാല് തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുക്കുക തിളക്കുന്ന ടൈമിൽ. എന്നിട്ട് പാലിങ്ങനെ പിരിഞ്ഞ് വരും. അന്നേരം ഒരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചീസ് റെഡിയാവും. മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുക. ഞാനിപ്പം അരച്ചിട്ടൊന്നും എടുത്തിട്ടില്ല. അത് ഞാനിതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റാക്കി എടുക്കലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കടയിൽ നിന്ന് ക്രീം ചീസ് വാങ്ങാം, കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് ക്രീം ചീസ് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു തിരാമിസു റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാസ്കപ്പോണി എന്ന് പറഞ്ഞൊരു ടൈപ്പ് ചീസാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിലൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാനിപ്പം വീട്ടിൽ ഈസി ആയിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്തതാണ് ചീസ്. അപ്പോൾ അതും കൂടി ഒന്ന് ബീറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു വിപ്പിംഗ് ക്രീമില്ലേ ബീറ്റാക്കി വെച്ച് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു മിക്സിനിലെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാര്യം നമ്മളിതിൽ ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട വിപ്പിംഗ് ക്രീം എല്ലാം കൂടി ആകുമ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു തിരാമിസുവിൽ റെഡിയാക്കാൻ വേണ്ടിക്ക് തിരാമിസു റെഡിയാക്കാൻ വേണ്ടിക്ക് ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റാണ് ആവശ്യം. അതിപ്പം നാട്ടിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റസ്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ടേസ്റ്റിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്നാലും ആ ഒരു തിരാമിസു റെഡിയാക്കുന്നത് അവർ ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റിലാണ്. അത് കുറച്ച് ഷേപ്പിലെല്ലാം ഒരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. നാട്ടിലെല്ലാം നമുക്കിപ്പം ആ ഒരു ബിസ്ക്കറ്റൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മാരിഗോൾഡ് ബിസ്ക്കറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതാ കുറച്ച് കോഫി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കോഫി ഇല്ലേ, കുറച്ച് ചൂടുവെള്ളത്തിൽ കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ബിസ്ക്കറ്റ് അതിലേക്ക് മുക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ 2 ലെയറായിട്ട് തന്നെ ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്ക് ആയിട്ട് തന്നെ ആ ഒരു ലേഡീസ് ഫിംഗർ ബിസ്ക്കറ്റിന് കുറച്ച് തടി കൂടുതലല്ലേ കട്ടി കൂടുതലല്ലേ. അപ്പോൾ ആ ഒരു ടൈപ്പിൽ തന്നെ ഞാൻ ബിസ്ക്കറ്റ് 1 ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ക്രീമില്ലേ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വനില എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ പഞ്ചസാരൻ്റെ അളവ് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 1/2 കപ്പ് പഞ്ചസാര മാത്രമൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ 1 ലെയർ ക്രീമും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ബിസ്ക്കറ്റ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. 2 ലെയറായിട്ട് ബിസ്ക്കറ്റ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിക്ക് കിട്ടാൻ വേണ്ടിക്ക്
എന്നിട്ട് ഇതാ വീണ്ടും ഞാൻ അതിന് മുകളിൽ ബാക്കി വന്ന ആ ഒരു ക്രീമും കൂടി ഇട്ട് കൊടുക്കലാണ് നമ്മൾ റെഡിയാക്കിയെടുത്തത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ മുട്ട ഒഴിവാക്കിയിട്ട് ക്രീം ചീസും വിപ്പിംഗ് ക്രീമും മാത്രം ബീറ്റാക്കിയിട്ടും ഇത് ചെയ്തെടുക്കുക കേട്ടോ. ആ മുട്ടൻ്റെ ആ ഒരു മിക്സ് ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോൾ ഇത് കറക്റ്റ് 5 മണിക്കൂറോളം നല്ലോണം തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ കറക്റ്റ് 1 മണിക്കൂറിന് ശേഷം ഫ്രീസറിലാണ് കേട്ടോ വെച്ച് കൊടുത്തത്. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിക്ക് ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എടുത്തിട്ടില്ലത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഒരു 5-6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് നല്ലോണം സെറ്റ് ചെയ്തിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിക്ക്. ഇതിന് മുകളിലായിട്ട് ഇതാ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം വേണം കേട്ടോ കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതാ കട്ട് ചെയ്യലാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ 1 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് സെറ്റാക്കി എടുത്തതാണ്. നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പം ഒരു 5-6 മണിക്കൂർ തന്നെ നല്ലോണം സെറ്റായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇത്. ഇത്ര എന്താ പറയുക കുറച്ച് വെച്ചിട്ട് തന്നെ ഇത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പം വീഡിയോക്ക് വേണ്ടിക്കാണ്ടാണ് പെട്ടെന്ന് എടുത്തേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് അല്ലേ വേണ്ടു. അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ.